30 ഡേയ്സ് ബിസിനസ് സിസ്റ്റം സെറ്റിംഗ് ചലഞ്ചിൻ്റെ തേർഡ് പാർട്ടാണിത്. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ 5 ഏരിയകൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഈ 5 ഏരിയകളിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സിസ്റ്റം എല്ലാം നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ 5 ഏരിയയിൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യനെയർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പാർട്ട് 3 എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ 5 ഏരിയകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ കാര്യം ഡിപ്പെൻഡൻസി ഓൺ പീപ്പിൾ വേഴ്സ് പ്രോസസ്സ് എന്നുള്ളതാണ്. ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഒരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കമ്പനി പോകുന്നതെന്നുള്ളതാണ്. ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ആ ഇഷ്യൂസ് വരും. രണ്ടാമത്തെ ഒരു കാര്യം ക്ലാരിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. എല്ലാവരും എല്ലാ വർക്കും ചെയ്യുക. ഓരോ വർക്ക് ആർക്കാണ് എന്ന് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലാരിറ്റി ഇല്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോട്ടലാണെങ്കിൽ എല്ലാവരും ക്ലീനിങ് ചെയ്യുന്നു, എല്ലാവരും വെയിറ്റർ ആവുന്നു, എല്ലാവരും അവിടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഡിഫറൻ്റ് ആയിട്ട് ഓരോ ആളുകൾക്കും അത് സെഗ്രിഗേറ്റ് കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഫോളോ അപ്പ് കൺസിസ്റ്റൻസിയാണ്. സെയിൽസ് പാർട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ റിപ്പോർട്ട് മേടിക്കുന്നിടത്താണെങ്കിലൊക്കെ ഒരു ഫോളോ അപ്പിലെ കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾ ഇടപെടുന്ന സമയത്ത് റിസൾട്ട് കിട്ടുന്നുണ്ട്, അല്ലാതെ റിസൾട്ട് കിട്ടാത്ത പ്രശ്നംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ സിസ്റ്റം അല്ല. 4 സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ് എക്സിക്യൂഷനാണ്. നമ്മൾ SOP അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊരു ഒരു യൂണിറ്റി വരിക, അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ഒരേപോലെ ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു. 5ാമത്തെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഓണർ ഡിപ്പെൻഡൻസിയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഓണർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് ഇഷ്യൂസ് ഉള്ളതെന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ടവർ പാർട്ട് 3 എന്ന് കമൻറ്റ് ചെയ്തോളൂ. DM4 system implementation in your business.